നോമ്പറ കിട്ടൂലേ? എത്ര മണി കാണിക്കണേ ചോറിലെ പള്ളി? ഇതൊക്കെ ചോറിലെ പള്ളി എത്ര കാണിക്കണ സമയം പറയും? എത്ര? 6:03 ആയിക്കോട്ടെ. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞങ്ങള് മുത്തുസാഹിബുണ്ട് യാത്രയിൽ. നോമ്പ് കഴിയാറിയുമ്പോ ഒരു സങ്കടല്ലേ? ഇതൊക്കെ ചോറ് കിട്ടുവോ? കിട്ടുവോ? അങ്ങനെ എത്തി ഗൈസ്. കമാല് വണ്ടി കിട്ടാൻ പോവാണ്. പോയിട്ട് വാ. അങ്ങനെ പള്ളിയെ ലക്ഷ്യമാക്കി ഞങ്ങളിതാ പള്ളിയുടെ മുന്നിലെത്തി. റോഡ് ക്രോസ് ചെയ്തു. പള്ളിയിലേക്ക് കയറാൻ പോകുകയാണ്. ഒരുപാട് വണ്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഏകദേശം 1000-ഓളം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പള്ളിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചിട്ടാണ് നോമ്പ് തുറള്ളത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി. കണ്ടോ ആളുടെ ചെരുപ്പുകളൊക്കെ കണ്ടോ? നിസ്കരിക്കണ ഇതിൻ്റെ ഇപ്പുറത്ത് ചെരുപ്പുകളൊക്കെ എടുക്കുന്ന ആളുകൾ. പിന്നെ അങ്ങനെ അല്ലേ നിരന്നിരിക്കുന്ന ആൾക്കാർ. ആദ്യം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയി ഒഴിവ് കണ്ടപ്പോൾ, പക്ഷേ അവിടെ ഞങ്ങൾ ആട്ടി വിട്ടു. സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കാൻ പാടില്ല പറഞ്ഞു. കാരണം അതുകൊണ്ടാണ് അവിടെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് നീച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല ആൾക്കാരെ കണ്ട് ഞങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഒറ്റയടിക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ധാരാളം വേണ്ട അടിപൊളി പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളെ സ്ഥലത്തേക്ക് ഞങ്ങളെത്തി. അങ്ങനെ മെയ്തുക്ക ഇവിടെ ഇരിക്കാൻ പോകുകയാണ്. ഓപ്പോസിറ്റ് ചാടി കിടന്ന് ഞാൻ ഈ സ്ഥലത്ത് ഞാനിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ടീമൊക്കെ എത്തി. കമാല് വണ്ടി നിർത്താൻ പോയിക്കാണ്. എത്തിയിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്ഥലം പിടിച്ചു പോകുന്നത് മറ്റത്തൊക്കെ ഇട്ടിട്ട് ബസ്സിൽ സ്ഥലം പിടിച്ചാൽ മതി പോലെ ഇട്ടിട്ട് അങ്ങനെ അവനക്ക് സ്ഥലം പിടിച്ചു. പിന്നെ ആൾക്കാർ കിടക്കണമെന്നാണ് വന്ന് ഫുള്ളായി. അപ്പോൾ നമ്മളെ കമാൽ സാഹിബ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും ഇതേമാതിരിയൊക്കെ തന്നെ പരിപാടി. അങ്ങനെ കമാൽ സാഹിബൊക്കെ വന്ന് ഞങ്ങളിവിടെ ഇരുന്ന് അടുത്ത പരിപാടിന് ബാങ്കിനെ കാത്തിരിക്കുക എന്നുള്ള ആ മഹത്തായ അതിന് വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പവിത്രമായ 28ാമത്തെ നോമ്പിൽ 27ാമത്തെ നോമ്പിൽ ഞങ്ങളതാ ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങി. സ്പൂണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പിന്നെ പരിചയമില്ല, ഒരു രീതിയല്ല. ഫസ്റ്റ് എയ്ഡ് തന്നെ കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഞാനും ഒരുപാട് പിന്നെ എനിക്ക് അങ്ങനെ തന്നെ ഒറ്റ കണ്ടെയ്നറിനാണ് കൊടുത്തത്. നല്ല റോബസ്റ്റ് പാൻ ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് ചോറിൽ പിന്നെ കൂട്ടി കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെതാ പിന്നെ നോമ്പറക്കലിൻ്റെ എല്ലാവിധ സംഭവങ്ങളും കഴിഞ്ഞു. ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ പുണ്യകർമ്മത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ നിസ്കാരത്തിലൊക്കെ പങ്കുചേർന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് മുമ്പത്തെ വിംട്ടോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനും നോക്കി വേറെ ഒരുത്തം അവിടെ ഒന്നിച്ച് കൗത്തണം. അപ്പോൾ തിന്നതിന് ശേഷമല്ലേ ഒരെണ്ണം അവിടെ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ എടുത്തു. അതിനവിടെ വെച്ചിട്ടും കാര്യമില്ല. റൂമിൽ കൊണ്ടുപോയിട്ട് സൗകര്യം പോലെ കഴിക്കാമല്ലോ. ഒരു പഴം വെള്ളം ചോറ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പർക്ക് പരിസമാപ്തിയായി. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ ചിലപ്പോൾ 2 നോമ്പ് അല്ലെങ്കിൽ 3 നോമ്പ് അത്രയാണ് പ്രതീക്ഷയുള്ളൂ. എല്ലാവർക്കും എല്ലാ റമദാൻ മാസത്തിലും പരിപൂർണ്ണ നോമ്പ് തുറക്കാനുള്ള അവസരങ്ങൾ റബ്ബ് തരട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ. പിന്നെ യൂസുഫ് സ്ഥാപനം.